ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഇത് ഗൗണിലും അതേപോലെ തന്നെ യോഗ് പാർട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഡ്രസ്സിലൊക്കെ ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. ഈ കളേഴ്സിലുള്ള ത്രെഡൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിസൈൻ. ഇത് ഞാനൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ആ പാറ്റേൺ ക്ലോത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തതാണ്. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ മീഡിയം സൈസിലുള്ള നീഡിലാണ് എടുത്തിട്ടുള്ളത്. 6 strands ത്രെഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സർക്കിളിൽ ചുറ്റും ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ 2-3 ലെയേഴ്സും ഈ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സെൻട്രലായിട്ട് വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ലൈൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ലൈന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെം സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സർക്കിളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ വീൽ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ഡബിൾ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ്. ആ ഒരു ലൈൻസ് 5 ലൈൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്താൽ മതി. ഇപ്പോൾ ലൈൻസ് ഒക്കെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വീൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ ഏതെങ്കിലും 2 ലൈൻസിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഈ ഒരു ത്രെഡ് എടുത്തിട്ട് എന്നിട്ട് ഇതിലിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഈ നീഡിൽ കൊണ്ടുപോവേണ്ടത് ഒരു ലൈനിൻ്റെ താഴെ കൂടെ ആണെങ്കിൽ മറ്റേ ലൈൻ വരുമ്പോൾ അതിന് മുകളിലൂടെയാണ് കൊണ്ടുപോവേണ്ടത്. ഞാനത് ആ വീല് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ലൈനിൽ സ്റ്റെം സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ലീഫായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തത്. ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബുള്ളറ്റ് നോട്ടാണ് കൊടുക്കുന്നത്. സൂചി ഇതുപോലെ മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് നൂലുകൊണ്ട് അങ്ങനെ 3 പ്രാവശ്യം ചുറ്റുക. എന്നിട്ട് അത് താഴേക്ക് തന്നെ കുത്തിയെടുക്കുക. ഇങ്ങനെയാണ് ബുള്ളറ്റ് നോട്ട് ചെയ്യാറ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബുള്ളറ്റ് നോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സേഫ്റ്റി പിന്ന് ഇവിടെ കുത്തി കൊടുക്കാം. ഇവിടെ ഞാൻ ടാസിൽസ് പോലത്തെ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി പിൻ ഇവിടെ കുത്തിയത്. ഞാൻ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് താഴേന്ന് മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് സേഫ്റ്റി പിന്നിൽ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇത് വീണ്ടും താഴേക്ക് തന്നെ കുത്തിയെടുക്കാം. വീണ്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ സേഫ്റ്റി പിന്നിൽ കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ലാസ്റ്റ് ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായതാണ്. ആ സേഫ്റ്റി പിന്നിൽ നൂല് ചുറ്റി കഴിഞ്ഞാൽ സേഫ്റ്റി പിന്ന് ഊരി മാറ്റിയിട്ട് അത് ഒരുമിച്ച് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ടാസിൽസ്. അപ്പോൾ ഞാൻ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റിച്ചസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ വരുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.